വ്യാപാരികളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ സമ്മാന കൂപ്പൺ ലഭിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് നറുക്കെടുപ്പ് നടത്തി 5 പേർക്ക് വിവിധ തരത്തിലുള്ള സമ്മാനങ്ങൾ നൽകുന്നു. ഒക്ടോബർ 31-നുള്ള മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം സ്പ്ലിറ്റ് AC, 2-ാം സമ്മാനം വാഷിംഗ് മെഷീൻ, 3-ാം സമ്മാനം റെഫ്രിജറേറ്റർ. കൂടാതെ എല്ലാ ആഴ്ചയിലും 1000 മുതൽ 7000 വരെയുള്ള വിവിധ സാധനങ്ങൾ നറുക്കെടുപ്പിലൂടെ നൽകുന്നു. എല്ലാവരും കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. പ്രിയ ഉപഭോക്താക്കളെ, നിങ്ങളാണ് ഞങ്ങളുടെ അന്നദാതാക്കൾ. നിങ്ങൾക്കായി ഞങ്ങൾ വ്യാപാരികൾ നൽകുന്ന ഓണ സമ്മാനമാണ് ഓരോ പർച്ചേസിനും നൽകുന്ന സമ്മാന കൂപ്പൺ. കൂപ്പണുകൾ മറക്കാതെ ചോദിച്ചു വാങ്ങുക. പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽച്ചടരായി പ്രിയമുള്ള പൊന്നുരുന്നി നിവാസികളെ, ഇത്തവണത്തെ ഓണം സമ്മാനങ്ങൾ നേടി നമുക്ക് പൊടിപൊടിക്കാം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിങ്ങൾക്കായി 1 ലക്ഷം രൂപയിൽ പരം സമ്മാനങ്ങളുമായി കാത്തിരിക്കുന്നു. നിങ്ങൾ ഓഗസ്റ്റ് 17 മുതൽ ഒക്ടോബർ 31 വരെയുള്ള കാലയളവിൽ പൊന്നുരുന്നിയിലെ ഞങ്ങളുടെ വ്യാപാരികളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ സമ്മാന കൂപ്പൺ ലഭിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് നറുക്കെടുപ്പ് നടത്തി 5 പേർക്ക് വിവിധ തരത്തിലുള്ള സമ്മാനങ്ങൾ നൽകുന്നു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് വൈറ്റില സരിത ജ്വല്ലറിയുടെ മുൻപിൽ വെച്ച് 4ാമത്തെ നറുക്കെടുപ്പ് നടത്തുന്നു. ഒക്ടോബർ 31-നുള്ള മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം സ്പ്ലിറ്റ് AC, 2-ാം സമ്മാനം വാഷിംഗ് മെഷീൻ, 3-ാം സമ്മാനം റെഫ്രിജറേറ്റർ. കൂടാതെ എല്ലാ ആഴ്ചയിലും 1000 മുതൽ 5000 വരെയുള്ള വിവിധ സാധനങ്ങൾ നറുക്കെടുപ്പിലൂടെ നൽകുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്ന കാണികളിൽ ഒരാൾക്ക് സമ്മാനം. നറുക്ക് ലഭിക്കുന്ന ആ ഭാഗ്യവാനോ ഭാഗ്യവതിക്കോ അപ്പോൾ തന്നെ 500 രൂപയുടെ പർച്ചേസ് വൗച്ചർ നൽകുന്നു. എല്ലാ നറുക്കെടുപ്പിലും മുൻപേ നറുക്ക് ലഭിച്ചവരുടെയും നമ്പറുകൾ ഇട്ടുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഇത്തവണത്തെ പൊന്നുരുന്നിയിലെ മെഗാ നറുക്കെടുപ്പിലെ ഭാഗ്യവാനോ ഭാഗ്യവതിയോ നിങ്ങളാകാം. വരൂ, ഇത്തവണത്തെ ഓണ പർച്ചേസ് പൊന്നുരുന്നിയിൽ നിന്നാക്കൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. പൊന്നുരുന്നി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജനറൽ സെക്രട്ടറി അരുൺകുമാറാണ്. ഇന്നിവിടെ നടക്കുന്നത് ഓണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു സമ്മാന പദ്ധതി കൂപ്പൺ ഉണ്ട്. കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് ഈ കൂപ്പൺ 5 ഭാഗ്യശാലികളെ നറുക്കെടുക്കുകയാണ് ഇന്നിവിടെ. എന്നതിനായി ഈ യോഗത്തിലേക്ക് ആദ്യമായി ഞാൻ അധ്യക്ഷൻ ശ്രീ സുധീർ മേനോനെ, ഞങ്ങളുടെ പ്രസിഡന്റ് സുധീർ മേനോനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇന്ന് നമ്മളുടെ ഗസ്റ്റായി വന്നിരിക്കുന്ന സുനിത ഡിക്സൺ, നമ്മുടെ ഡിവിഷൻ കൗൺസിലറാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ഇരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ വൈറ്റില ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ കൃഷ്ണകുമാർ സാറാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ഇന്നിവിടെ എത്തിയിരിക്കുന്ന എഡ്രാക്കിന്റെ മേഖലാ സെക്രട്ടറി ശ്രീ ബാലഗോപാലൻ ചേട്ടനാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ വൈറ്റ്ല മെർച്ചൻസ് യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ശ്രീ സേവ്യർ സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു, സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും നിങ്ങൾ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ അതിനായി മൈക്ക് പ്രസിഡന്റിന് കൈമാറുന്നു. താങ്ക് യു. സെക്രട്ടറി ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, സെക്രട്ടറി പൊന്നൂര് വ്യാപാരി ഏകോപന സമിതിയുടെ സെക്രട്ടറി ശ്രീ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ പൊന്നൂരിന് വ്യവസായികൾ അവരുടെ കസ്റ്റമർക്കായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഓണം വ്യാപാരോത്സവം 2025. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന പോലെ എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ പരിധിയിലുള്ള പല സ്ഥലങ്ങളിൽ വെച്ചാണ് ഈ നറുക്കെടുപ്പ് നടത്തുന്നത്. അതിൽ ഞങ്ങൾ 3 നറുക്കെടുപ്പ് നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 4ാമത്തെ നറുക്കെടുപ്പാണ്. ഇന്നത്തെ നറുക്കെടുപ്പിൽ ആദ്യം ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് 5000 രൂപയ്ക്ക് അടുത്ത് വരുന്ന സൈക്കിളാണ് ഇന്നത്തെ ഒന്നാം സമ്മാനം. 2ാമത്തെ സമ്മാനം ഇൻഡക്ഷൻ കുക്കറാണ്. 3ാമത്തെ സമ്മാനം നമ്മുടെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ള ഓസോൺ പവർ ടൂൾസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമ ശ്രീ അജീഷ് തോമസ് സംഭാവന ചെയ്യുന്ന ആംഗിൾ ഗ്രൈൻഡറാണ്. അതുപോലെ തന്നെ 4ാമത്തെ സമ്മാനം നമ്മുടെ മെമ്പറായ ചളിക്കവട്ടത്തെ വൃത്തി ഷോപ്പ് എന്ന് പറയുന്ന ആ കടയുടെ ഉടമ സംഭാവന ചെയ്യുന്ന ക്ലീനിങ് കിറ്റാണ്. അതുപോലെ 5ാം സമ്മാനം എന്ന് പറയുന്നത് നമുക്കറിയാം, തൊട്ടടുത്തുള്ള സെന്റ് ജെയിംസ് നഴ്സറി, തൊട്ടടുത്തുള്ള നമ്മുടെ നഴ്സറി ഉണ്ട്. ആ നഴ്സറി സംഭാവന ചെയ്യുന്ന 1000 രൂപയുടെ പർച്ചേസ് കൂപ്പണാണ് ഇന്ന്. അതും കൂടാതെ ഇവിടെ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള ഇവിടുത്തെ കാണികൾക്ക് ഒരു സമ്മാനമുണ്ട്. ആ സമ്മാനം കിട്ടുന്നതിനായിട്ട് നിങ്ങളുടെ പേരും നമ്പറും എഴുതി ഇവിടെ ബോക്സ് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളും ഈ മീറ്റിംഗ് കഴിയുന്നവരെ നിൽക്കുകയാണെങ്കിൽ ഇന്ന് നറുക്കെടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരുപക്ഷെ നിങ്ങളുടെ പേരാണെങ്കിൽ നിങ്ങളായിരിക്കും ആ സമ്മാനത്തിനോട് മാത്രം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കട്ടെ. സ്വാഗതം സെക്രട്ടറി ആശംസിച്ച് കഴിഞ്ഞു. എന്നിരുന്നാലും നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഡിവിഷൻ കൗൺസിലറായ ശ്രീമതി സുനിത ഡിക്സനാണ്. നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതയായ 2 തവണ കൗൺസിലറായിട്ടുള്ള ശ്രീമതി സുനിത ഡിക്സനാണ് ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതും നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. ഞാൻ അവരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നല്ലൊരു പേര്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അഭിമാന നിമിഷമാണ്. കാരണം ഓണത്തിന് ഓരോരോ മാറ്റങ്ങളും കൊണ്ട് നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ ഏകോപന സമിതി സജീവമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. കാരണം നമുക്ക് അറിയാവുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു പദ്ധതി പ്രോസസ് ആദ്യമായിട്ടാണ്. ആദ്യത്തേനെ തന്നെ എടുത്തതാണായിരുന്നു. ആദ്യമേ തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഞങ്ങളൊക്കെ ചുണക്കുട്ടിയാണ് കേട്ടോ. ഞങ്ങളുടെ റെസിഡൻസിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഉള്ള കാര്യമാണ്. കാരണം എനിക്ക് റെസിഡൻസിൽ ഏറ്റവും നല്ല റെസിഡൻസായിട്ട് ഞാൻ കണ്ടേക്കുന്നത് അജിറ്റേനെയും ആരുണ്യാണ്. അതുകൊണ്ട് ആ ഒരു സ്നേഹബന്ധ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സാബ് കൈയടിച്ചണ്ട. സാബ് അങ്ങനെങ്കിലൊന്നും കൈയടിക്കില്ല. സാബിന് തോന്നണം കൈയടിക്കണം. പക്ഷേ സാബ് കൈയടിച്ചണ്ട. അതെന്ന് വെച്ചാൽ 100% ശരിയാണെങ്കിൽ സാബ് കൈയടിക്കുള്ളൂ. അതാണ് ഞാൻ സാബിന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇപ്പത്തല്ലേ ഞങ്ങളുടെ ആൾക്കാർ എന്ത് പറഞ്ഞാൽ ഞാൻ ചുമ്മാ പറഞ്ഞതാ. നിങ്ങളോട് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് പറഞ്ഞതാ. അപ്പോൾ അരുണ് അതേപോലെ തന്നെ സുധീരൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇൻസ്പെക്ടറായിട്ടോ അല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ടോ എവിടെ നോക്കിയാലും വിൻ ചെയ്ത് ഫുൾ സ്ലീവിൽ വ്യാപാര വ്യവസായയുടെ തലപ്പത്തിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആളാണ്. ഓട്ടം തരുമില്ല, കാരണം ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇലക്ഷനൊന്നും കയറി നിൽക്കണ്ട, വോട്ട് തരുന്നില്ല. ഇത് മുന്നോട്ട് കൊണ്ടല്ലേ, ഇതിന് തലപ്പെട്ട ആളുമല്ലേ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വ്യാപാര വ്യവസായയുടെ ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകണം. അതേപോലെ തന്നെ കൈക്കൊടുത്തുനിന്ന് വന്നേക്കുന്നതാണ് ഞങ്ങളുടെ, അതെൻ്റെ ആളാണ് ഷിബു, വോട്ടറാണ് വ്യാപാര വ്യവസായയുടെ. അപ്പോൾ
ഷിബു അതേപോലെ തന്നെ ബാലനേട്ടിരുന്ന് എന്നെന്ത് പറയാത്തതെന്ന് വെച്ചിരിക്കുന്നത് സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. കാരണം ഞാൻ 2010 റെസിഡൻസിൽ ഏറ്റവും കൂടുതൽ എന്നെ ഈ ഡിവിഷനിൽ എന്ത് പരിപാടിയാണെങ്കിലും ഫസ്റ്റ് വിളിക്കുന്ന ഒരു വ്യക്തിയാണ് ബാലനേട്ടൻ. അപ്പോൾ ബാലഗോപാൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിളിക്കാൻ അപ്പോൾ ബാലനേട്ടൻ പിന്നെ ഞങ്ങളുടെ പുതിയ ആളാണ്. പുതിയതെന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രാവശ്യം വന്ന് കറങ്ങിപ്പോയി ACയായിട്ട് പിന്നെ HI വന്നു. എറണാകുളത്ത് ഉണ്ടായതാണ് കൃഷ്ണകുമാർ. പിന്നെ പറയേണ്ട എൻ്റെ ഏറ്റവും കൂടപ്പുറപ്പുകളാണ് എനിക്കുള്ളത് എല്ലാവരും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആരും പരിചയപ്പെടുത്തണ്ട, എല്ലാവരും ഒരേ കുടത്തിൽ പോകുന്ന ഒരുമിച്ച് പോകുന്ന വ്യക്തിത്വങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതായിരുന്നു. എനിക്ക് ഫോട്ടോ കിട്ടുന്നത് എനിക്കൊരു കുശുമ്പ് തോന്നി. അത് ഞാൻ ഇന്നിവിടെ തീർച്ചയാണ്. ഇത് ചേർന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, അതിന് മുന്നിട്ടിറങ്ങാൻ എന്ത് തിരക്കും മാറ്റി വെച്ച് വരുന്ന ഭാരവാഹികൾ, അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനത്തെ ഭാരവാഹികളുണ്ടെങ്കിലാണ് കൂട്ടായ്മ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ പേരിന് മാത്രം നെയിം ബോർഡിൽ ഒരു സ്ഥാനം കിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് ഇനി ഇതിലും വലിയ പ്രോത്സാഹനം അല്ലാതെ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവത്തിലേക്ക് മുന്നിട്ടിറങ്ങാൻ പറ്റും. നറുക്കെടുക്കാതെ തന്നെ ഞങ്ങളുടെ വ്യാപാര വ്യവസായത്തിൽ ക്ഷീണം തോന്നുക. എല്ലാവരും മികച്ച നിലവാരത്തിൽ നിൽക്കണമെന്നില്ല സാമ്പത്തികമായിട്ട്. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ നിങ്ങളിപ്പോൾ കൊടുക്കുന്നുണ്ടാവായിരിക്കാം, അത് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് ഒരു താഴ്ച വന്നാൽ അല്ലെങ്കിൽ ഒരു താഴ്ചോട്ട് പോകുന്ന ഒരു വ്യവസായി അല്ലെങ്കിൽ വ്യാപാരത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കൂട്ടായ്മ ശ്രമിക്കണം. അത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട്. ലോൺ എടുത്തും ലോൺ അടയ്ക്കാൻ പറ്റിയത് എന്നാൽ നമ്മുടെ കട അടച്ചിട്ടാൽ അത് മറ്റുള്ളവരെന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ച് തള്ളിക്കൊണ്ട് പോകുന്ന കടക്കാർ ഇഷ്ടം പറയും ഇല്ലേ? ഉണ്ട്. കാരണം എനിക്കറിയാം, ഞാനിപ്പോൾ 10 കൊല്ലം സുരേട്ടൻ പറഞ്ഞ പോലെ 10 കൊല്ലമായി കൗൺസിലറായിട്ടിരുന്നത്. ഞാൻ ഇന്ന് വരെ ഈ ഒരു കടകളിൽ ഞാൻ കയറിയിട്ടില്ല. അവരോട് എന്നെ അറിയാമെന്ന് വെച്ചിരിക്കും. അവർക്ക് തന്നെ അറിയാൻ പറ്റുമായിരിക്കും, വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ എനിക്ക് ഇതിൽ നിൽക്കുന്ന ആരെയാണ് ആ കട എനിക്കറിയില്ലായിരുന്നു. ഞാനവിടെ കയറിയിട്ടില്ല. കാരണം കയറണമെങ്കിൽ ഇപ്പം ഞങ്ങളുടെ രാജേഷേട്ടൻ പറയുന്നത് അവിടെ സ്ഥാനം പറഞ്ഞു, നിങ്ങൾ രാജേഷേട്ടൻ ഇതിനല്ല രാജേഷൻ പറയുന്നത് അവിടെ സ്ഥാനം പറഞ്ഞു. സുധീർ, അതും സുധീറാണ്. എന്നാലും ഞങ്ങൾ രാജേഷേട്ടൻ. അപ്പോൾ അവിടെ സ്ഥാനം പറഞ്ഞു, നമ്മുടെ ഇന്ന സ്ഥലത്തു നിന്നാണ് സീരിയസ് അങ്ങനെ ധൈര്യമായിട്ട് ഞാൻ അവിടെ പോയി അടപ്പിച്ച് അങ്ങനത്തെ ഇത്തിരി തമാശയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതിന് മാത്രമല്ലാണ്ട് ഞാൻ വേറൊരു കടകളിൽ ധൈര്യമുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ട് ഈ രംഗം കൊടുത്തു ഒക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ട്. പക്ഷെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അവരെനിക്ക് ഒത്തിരി പേര് അങ്ങനത്തെ അറിയാം, നമ്മുടെ ഏരിയയിൽ മാത്രമല്ല മൊത്തത്തിൽ. അപ്പോൾ അവർക്കും ഒരു താങ്ങാവാൻ നിങ്ങളുടെ ഈ ഭരണസമിതിക്ക് സാധിക്കണം. അതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷമായിട്ടുള്ള ഒരു കാര്യം. കാരണം ഓണത്തിൻ്റെ ഒരു ഇതാണല്ലോ, അപ്പോൾ സന്തോഷത്തോടുകൂടി പറയുന്നത് എല്ലാവരുടെയും അനുഭവത്തോടുകൂടി നമുക്ക് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി. നമുക്കറിയാം, നമ്മുടെ വൈപ്പിലെ സോണിലെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് നമ്മുടെ കൂടെ ഈ പ്രോഗ്രാമിന് ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഏതൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ വളരെ ഏത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് വളരെ സിംപ്ലിഫൈ ചെയ്തു തരുന്ന അദ്ദേഹത്തിനെ നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കാനായി ആദ്യം ക്ഷണിച്ചു കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പൊന്നുന്നി ബ്രാഞ്ചിലെ സുഹൃത്തുക്കളെ, കൂടാതെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായ കൗൺസിലർ, കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമുക്കറിയാം ഓണം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉത്സവകാലം തന്നെയാണ്. ആ കാലഘട്ടത്തിൽ ഇപ്പോൾ എല്ലാ വ്യാപാരങ്ങൾക്കും ഒത്തിരി തടസ്സങ്ങളും പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ കച്ചവടം, അങ്ങനെ മറ്റു പല ടെക്നിക്കുകളും ഇറക്കിക്കൊണ്ടും അല്ലെങ്കിൽ പല കാര്യങ്ങളും അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലിരുന്നാൽ മതി, വീട്ടിലെത്തിച്ചു തരാം എന്ന് വരെയുള്ള പറഞ്ഞുകൊണ്ട് പല ഓഫറുകളും കൊടുത്തുകൊണ്ട് അവർക്ക് എല്ലാവർക്കും
ആ ഒരു രീതിയിൽ അവരെ ശരിക്കും പറ്റിക്കുന്ന പോലെയാണ്. ആ രീതിയിൽ ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഇവിടെയുള്ള കച്ചവടക്കാർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർക്ക് പിടിച്ചു നിൽക്കാനും അവരുടെ സംഭവങ്ങളിൽ ആൾക്കാരെ ആകർഷിച്ച് അവർക്ക് കച്ചവടം ചെയ്ത് വിജയിപ്പിക്കാനും വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ ഓഫീസിൽ വരുന്ന പലരുടെയും കഥകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പലരും കുടുംബവും അല്ലെങ്കിൽ വീടൊക്കെ പണയം വെച്ചും ഒത്തിരി വായ്പകൾ എടുത്തൊക്കെ തുടങ്ങുന്ന പല സംരംഭങ്ങളുമാണ്. പക്ഷെ പലതും ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൻ്റെ ആ ഒരു മാറ്റങ്ങൾക്കനുസരിച്ച് കൊണ്ട് പുതിയ ജനറേഷൻ്റെയും കുഴപ്പമുണ്ട്. പുതിയ തലമുറയും അതുപോലെയൊക്കെ തന്നെ ചിന്തിക്കുന്നതാണ്. വീട്ടിൽ ഇരുന്ന് തന്നെ എല്ലാം ഓർഡർ ചെയ്യുന്നത്, എന്താണെങ്കിലും വീട്ടിൽ കിട്ടുമെന്നുള്ള രീതിയിൽ ഭക്ഷണം വരെ വീട്ടിൽ കിട്ടുന്നതുകൊണ്ട് അവിടെ ഇരുന്ന് ഓർഡർ ചെയ്യും. അതുപോലെ എന്ത് സാധനം വേണമെങ്കിലും വീട്ടിൽ നിന്ന് മേടിക്കുന്ന ഒരു കാലഘട്ടം വന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്, അറിയാം. അപ്പം ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് പൊതുജനങ്ങളെ ആകർഷിക്കാനും നമുക്ക് കസ്റ്റമേഴ്സിനെയൊക്കെ നമ്മുടെ കടകളിലേക്ക് എത്തിക്കണമെങ്കിലും ഇതുപോലുള്ള എല്ലാ രീതിയിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ സ്ഥാപനങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലും നിങ്ങൾ, കാരണം വലിയ വലിയ സ്ഥാപനങ്ങൾ അല്ലെ വലിയ വലിയ കടകളൊക്കെ അവർക്ക് എന്ത് ഓഫർ ചെയ്തും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ സംബന്ധിച്ച് ഒരു ഇടത്തരക്കാരെന്ന രീതിയിൽ ഈ രീതിയിൽ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകും. ഒരു കൂട്ടായ്മ നിലനിർത്തണമെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ജനങ്ങളിൽ ഒരു സ്വാധീനം ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ ഏതായാലും ഈ ഉദ്യമത്തിന് ഞാനും അത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ രീതിയിലൊക്കെ ഒരു ഉദ്യമം കേൾക്കുന്നത്. ഏതായാലും അതിനെ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം പൊതുജനങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ ഇടയിലുള്ള ഒരു ഐക്യം ഉറപ്പിക്കാൻ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനം കൊണ്ട് സാധിക്കും. അതുപോലെ വരുന്ന കസ്റ്റമേഴ്സിനും അതിൻ്റെ ഗുണം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള നാട്ടുകാരെ, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ഇവിടെ പൊന്നുരുതി വ്യാപാരി വ്യവസായികളുടെ കടകളിൽ നിന്നും ഏത് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമ്മാന കൂപ്പൺ ഉറപ്പായി ചോദിച്ചു മേടിക്കണം. ആ സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാളത്തെ ഭാഗ്യവാനും നിങ്ങളാവാം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശിഷ്ടാതിഥി ചേർന്നിട്ടുള്ളത് നമ്മുടെ ബാലഗോപാൽ സാറാണ്. എനിക്ക് ഏകദേശം 20 കൊല്ലത്തോളമായി റെസിഡൻസ് അസോസിയേഷനെ ബന്ധപ്പെട്ട് അദ്ദേഹത്തെ അറിയാവുന്നതാണ്. നിരവധി തവണ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി മാത്രമല്ല, മേഖലയിലോട്ടും അതുപോലെ തന്നെ ഇൻട്രാക്റ്റിലോട്ടും സ്ഥാനക്കയറ്റം കിട്ടിയിട്ടുള്ള നല്ലൊരു പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമ്മുടെ ഈ പരിപാടിയുടെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിച്ചോളൂ. യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സുധീർ, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട 49ാം ഡിവിഷൻ കൗൺസിലർ സുനില ഡിക്സൺ, നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ കൃഷ്ണകുമാർ, വ്യാപാരി വ്യവസായി സംഘടനയുടെ വൈസ് ജോയിന്റ് സെക്രട്ടറി, അതുപോലെ തന്നെ ശ്രീ സുനിൽ, അതുപോലെ ശ്രീ അരുൺ, പ്രിയമുള്ളവരെ, വ്യാപാരി വ്യവസായി സമിതിയുടെ ഏകോപന സമിതി നടത്തുന്ന ഈ പരിപാടി ആദ്യമായി എല്ലാവിധ ആശംസകളും റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ഫെഡറേക്ക് വൈറ്റില മേഖലയുടെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ അർപ്പിക്കുകയാണ്. ചെറുകിട അതുപോലെ തന്നെ ഇടത്തര വ്യാപാര വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കോവിഡിന് ശേഷം വ്യാപാര മേഖലയിൽ വലിയ സ്തംഭനം ഉണ്ടാകുകയും നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെടുകയും ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ നാടിന് തന്നെ നഷ്ടമാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലില്ലാതാവുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ നിന്നെല്ലാം പുനർജനിച്ച് തീർച്ചയായിട്ടും ടാക്സിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴും ഉണ്ടായതുപോലെ നോട്ട് നിരോധനം വന്നപ്പോൾ ഇതുപോലെ പ്രശ്നമുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ് തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ കേരളത്തെ സംബന്ധിച്ച് ഓണം പോലുള്ള കാലഘട്ടത്തിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നതിന്, സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള ഒരു പരിശ്രമം നടത്തുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ചെറുകിട അല്ലെങ്കിൽ ഇടത്തരം വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് കൂടുതൽ കച്ചവടവും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടുകാരുടെയും കൂടെ കടമയാണ്. തീർച്ചയായിട്ടും വൻകിടക്കാരെ മാത്രം പ്രോത്സാഹിപ്പിച്ചാൽ അധികം നാൾ കഴിയുന്നതിന് മുൻപ് തന്നെ ചെറുകിടക്കാരെല്ലാം അപ്രത്യക്ഷമാകുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാൻ വ്യാപാരി വ്യവസായ സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ള ഈ സ്ഥാപനങ്ങളെ
പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അവരെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം കൂടി നമ്മൾ നല്ലവരായ നാട്ടുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള ആ ഉദ്യമത്തിൻ്റെ ഭാഗമായി അവർ നൽകുന്ന ഒരു സ്നേഹോപകാരം എന്നുള്ള നിലയ്ക്ക് നിരവധി സമ്മാനങ്ങൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ പങ്കാളികളാകാൻ വേണ്ടിയിട്ട് എല്ലാവരും അവരവരുടെ കുറച്ചെങ്കിലും പലരും വലിയ വലിയ സ്ഥാപനങ്ങളിൽ പോയി വാങ്ങിക്കുന്നു എങ്കിൽ തന്നെയും ചെറുകിട സ്ഥാപനങ്ങളിലും ഇത്തരം സ്ഥാപനങ്ങളിലും ഈ സംഘടനയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലും സാധനങ്ങൾ വാങ്ങുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും കൂടി ചെയ്യുന്നതിനുള്ള പരിശ്രമങ്ങൾ കൂടി ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാർത്തകൾ നിർത്തുന്നു. പ്രിയമുള്ളവരെ, ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ഇവിടെ കൂടി നിൽക്കുന്നവർക്കും സമ്മാനമുണ്ട്. നിങ്ങളുടെ ആരുടെങ്കിലും പേരോ നമ്പറോ എഴുതാതെ വിട്ടുപോകരുത്. ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാനായി ആകെ ചെയ്യേണ്ടത് നിങ്ങളുടെ പേരും നമ്പറും എഴുതി ഇവിടെ വെച്ചിട്ടുള്ള ബോക്സിൽ ഇടുക മാത്രമാണ്. പ്രിയമുള്ളവരെ, നമ്മളെപ്പോലെ തന്നെ തൊട്ടപ്പുറത്ത് വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന കേരള വ്യാപാരി വ്യവസായി അസോസിയേഷനുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വൈറ്റില മർച്ചൻസ് യൂണിയന്റെ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കാനായി ക്ഷണിച്ചുള്ളൂ. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പൊന്നുരുന്തി യൂണിറ്റിൻ്റെ ഓണാഘോഷ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരു വ്യാപാരോത്സവം 2025 എന്ന് നടത്തപ്പെടുന്ന ഓഗസ്റ്റ് 17 മുതൽ 31 വരെ ഉള്ള തിങ്കളാഴ്ചകൾ നടത്തപ്പെടുന്ന ഈ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ എൻ്റെ പേരിലും വൈറ്റില മർച്ചൻസ് യൂണിയൻ്റെ പേരിലും ആദ്യമായിട്ട് സംഘടനാ ഭാരവാഹികളോടും അതുപോലെ വേദിയിലിരിക്കുന്ന എല്ലാവരോടും നാട്ടുകാരോടും ഞാൻ നന്ദി പറയുകയാണ് ആദ്യമായി. കൂടാതെ നമ്മളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ ഞാനൊക്കെ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് മർച്ചൻസ് യൂണിയനിൽ പ്രവർത്തിക്കുന്ന മെമ്പറാണ്. എങ്കിലും ഈ ഒരു രീതിയിലുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതായിട്ട് കണ്ടിട്ടില്ല. വളരെ ഒരു നല്ല രീതിയിലുള്ള ജനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുവാനായിട്ട് നമ്മളുടെ വ്യാപാര സമൂഹത്തിന് സാധിക്കുവാനായിട്ടുള്ള പഴയ കാലങ്ങളിലുള്ള സിസ്റ്റങ്ങളൊക്കെ മാറിപ്പോയ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഇതിന് വളരെ പ്രസക്തി ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ പരിപാടികളുമായിട്ട് ജനങ്ങളും ഈ സംഘടനാപരമായിട്ടുള്ള ഈ പ്രവൃത്തിയെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ സംഘടനയിൽ ജനങ്ങൾക്ക് ഇവിടെ നമ്മുടെ ഈ കാലഘട്ടത്തിനെ കുറിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓൺലൈൻ പ്രവർത്തികൾ അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് സജീവമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ അങ്ങനെ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ ചെറുകിട വ്യാപാരികൾ പഴയ കാലം പോലെ നമുക്കറിയാം സംഘടന ഉണ്ടായതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഒരു കൂട്ടായ്മ ഉണ്ടായതും സംഘടന ഈ രീതിയിലൊക്കെ വളർന്നു വന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ചെറിയ ചെറിയ പുതിയ കാര്യങ്ങളുമായിട്ട് ഇതിന്റെ ഭാരവാഹികൾ മുന്നോട്ട് വന്നത് ഈ പൊന്നുരുന്തി മേഖലയുടെ ഒരു യൂണിറ്റിന്റെ ഭാരവാഹികളായിട്ടിരിക്കുന്ന ഓരോരുത്തരൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കൂടാതെ ഇവിടെ ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിലും ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി പീറ്റർ ഏട്ടനാണ് വരുന്നത്. അദ്ദേഹത്തിന് സാധിക്കാത്തത് കൊണ്ട് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ട് പകരക്കാരനായിട്ടാണ് ഞാൻ വന്നതെങ്കിലും വളരെ സന്തോഷമുണ്ട്. ഈ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുകയും കൂട്ടത്തിൽ എല്ലാവർക്കും ആശംസ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെയാണ് നമ്മുടെ ഇനി അധികം വഹിക്കാതെ നമ്മുടെ നറുക്കെടുപ്പ് പരിപാടികളിൽ കിടക്കാം. നറുക്കെടുപ്പിന് മുമ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഇന്ന് നറുക്കെടുക്കുന്നത് 10,001 മുതൽ 23,850 വരെയുള്ള നമ്പറുകളാണ്. അതിൽ കുറച്ച് നമ്പർ മാറ്റിയിട്ടുണ്ട്. 250 നമ്പർ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് കാരണം ഒരു പുസ്തകം നഷ്ടപ്പെട്ടതാണ്. അതായത് 15,901 മുതൽ 15,950 വരെയുള്ള ഒരു പുസ്തകം ഞങ്ങളുടെ ഇന്ന് മിസ്സായിപ്പോയി. അതുകൂടാതെ 22,900 മുതൽ 23,100 വരെയുള്ള ബുക്ക് നമ്മൾ കൊടുക്കാതെയാണ് അടുത്ത ഒരു ലോട്ട് നമ്മൾ കൊടുത്തത്. അത് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ നറുക്കെടുപ്പിനായി ആദ്യത്തെ നറുക്കെടുപ്പ്, അതായത് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി പൊന്നുരുന്തി യൂണിറ്റ് സംഭാവന നൽകുന്ന സമ്മാനം എന്ന് പറയുന്നത് സൈക്കിളാണ്. ആ സൈക്കിളിന് വേണ്ടിയുള്ള ഇന്നത്തെ ഒന്നാം സമ്മാനം നറുക്കെടുക്കുന്നതിനായി നമ്മുടെ വിശിഷ്ടാതിഥി ഉദ്ഘാടനം ചെയ്ത ശ്രീമതി സുനിത ഡിക്സനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സെക്രട്ടറി
നമ്മുടെ ലോട്ട് എങ്ങനെയാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ നമ്പർ 10,001 തൊട്ട് 23,850 വരെ ആയതുകൊണ്ട് 1 2 ആകാം. അപ്പോൾ ആദ്യം എടുക്കാൻ പോകുന്നത് 1 2 മാത്രം ഇട്ടിട്ടാണ്. 1 2 നമ്പർ അവിടെ തരും, അവിടെ തരും, ആ ബോക്സ് തരും. 1 2 മാത്രമാണ് അതിലെടുത്തത്. ഒന്നും രണ്ടിൽ ഏതാണ് കിട്ടിയിട്ടുള്ളത്? 2ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, 20,000 മുതൽ 23,850 വരെയുള്ള ഏതോ നമ്പറാണ് 2ആണ് സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന 23,000 വരെ ഉള്ളതുകൊണ്ട് 0 1 2 3 എന്ന നമ്പർ മാത്രമാണ് ഇടുന്നത്. 0 1 2 3 0 1 2 3. ഓക്കെ, ആ നമ്പർ മാത്രമാണ് ഇടുന്നത്. ഇത് രണ്ടാമത്തെ നമ്പർ ആവുന്നു. 5 നമ്പർ രണ്ടാമത്തെ നമ്പർ 3ആണ്. അപ്പൊ രണ്ടാമത്തെ നമ്പർ 3 ആവുമ്പോൾ 23,000 തുടങ്ങി 23,850 വരെയുള്ള നമ്പർ ഏതുമാകാം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 23,100 വരെയുള്ള നമ്പർ നമ്മൾ കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത നമ്പർ എടുക്കേണ്ടത് 1 മുതൽ 0 ഒന്നും വേണ്ട കേട്ടോ, 0 ഒന്നും വേണ്ട. 23,000 ഇല്ല, 23,100 ഇല്ലാത്തതുകൊണ്ട് 0 ഒന്നും വേണ്ട. 2 3 4 5 6 7 8 9 വേണ്ട, 9 വേണ്ട. അത്രയും നമ്പറാണ് നമ്മൾ ഇടുന്നത്. ഇതാണ് മൂന്നാമത്തെ സംഖ്യ. 23 എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. മൂന്നാമത്തെ സംഖ്യ ഇവിടെ ഇപ്പൊ ക്ലിയർ ആവും. 4. അപ്പൊ 23,400 മുതൽ 23,499 വരെയുള്ള ഏത് നമ്പറും ആകാം. അങ്ങനെ 3 നമ്പർ നമുക്ക് വ്യക്തമായിരിക്കുന്നു. അടുത്ത 1 മുതൽ 0 1 2 3 4 5 വരെ മാത്രം. അടുത്തത് നമ്മൾ നാലാമത്തെ നമ്പറല്ലേ, മൂന്നാമത്തെ നമ്പറിൽ എടുക്കുന്നത്. നാലാമത്തെ 0 1 2 3 4 5 വരെ മാത്രം. അഞ്ചാണ്. അപ്പൊ 23 8 5 അല്ലേ, 4 5 ആണ്. അപ്പോൾ 4 5 ആണെങ്കിൽ ഇനിയുള്ളത് 0 തുടങ്ങി 9 വരെ ഇടാം. 0 മുതൽ 9 വരെയുള്ള ഇടാം. 0 മുതൽ 9 എല്ലാം ഫുള്ള്, എല്ലാം ഏതാണ് ഇവിടെ ആൾക്കാര് 8ആണ്. അപ്പോൾ നമ്പർ കാണിച്ചൊന്ന് 23,458 എന്ന് പറയുന്ന നമ്പറിനാണ് ഇന്നത്തെ ഒന്നാം സമ്മാനമായ സൈക്കിൾ ലഭിച്ചിരിക്കുന്നത്. ആ കൂപ്പൺ കൊടുത്തിട്ടുള്ള ആരാണെന്ന് ഇപ്പൊ പറയും. ആരാണ്? സൂരജ് ആന്റണി ജോസഫ്. ആന്റണി ജോസഫ് എന്ന് പറയുന്ന നമ്മുടെ അംഗമായ AC ഐറ്റംസ് എല്ലാം കൊടുക്കുന്ന ചളിക്കവട്ടത്തെ മെമ്പറാണ്. അദ്ദേഹം കൊടുത്തിട്ടുള്ള കസ്റ്റമർ കൊടുത്തിട്ടുള്ള കൂപ്പണാണ് ഒന്നാം സമ്മാനം ലഭിച്ചെങ്കിൽ. രണ്ടാം സമ്മാനവും നേരെ തന്നെയാണ് ഇടാൻ പോകുന്നത്. സുനിത ഡിക്സൺ തന്നെയാണ് ഇടാൻ പോകുന്നത്. രണ്ടാം സമ്മാനം വീണ്ടും 1 2 ഒന്നാണോ തുടക്കം 2ആണോ തുടക്കം എന്നറിയാം നമുക്ക്. 1 2 മാത്രമാണ് ഇടുന്നത്. യെസ്, 1 2 മാത്രം ഇട്ടിട്ട് എടുക്കുകയാണ്. 2 തന്നെ, വീണ്ടും 2ആണ്. അപ്പൊ 20,000 തുടങ്ങി 23,850 വരെയുള്ള നമ്പർ തന്നെയാണ് ഇത്തവണ. അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത് ഇടേണ്ടത് 2ആണെങ്കിൽ 0 1 2 3 0 1 2 3 വരെ. 0 1 2 3 അതെ. അരുൺ നമ്പർ 2ആണ് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ നമ്പർ 2ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി മൂന്നാമത്തെ നമ്പർ 9 മാത്രം മാറ്റിയിട്ട് 0 മുതൽ 8 വരെ ഇടാം. 0 മുതൽ 8 വരെ ഇടാം. 23,000 തുടങ്ങി 850 വരെ നമുക്കുള്ളൂ. അതുകൊണ്ട് 9 മാറ്റിയിട്ട് ഇടാം. മൂന്നാമത്തെ നമ്പറിന് വേണ്ടി ഇടാം. ഒന്നാണ്. അപ്പൊ 23,100 മുതൽ 22,100 മുതൽ 199 വരെയുള്ള ഏത് നമ്പറും ആകാം. അടുത്തത് മുഴുവൻ നമ്പർ 0 മുതൽ 9 വരെ. 3ആണ് ഇപ്പൊ കിട്ടിയിട്ടുള്ള 3ആണ്. 22,000
130 മുതൽ 39 വരെയുള്ള ഏത് നമ്പറും ആകാം. എല്ലാം ഉണ്ടാവും, തീർച്ചയായും എല്ലാം ഉണ്ടാവും. 5 ആണ്, 5 ആണ്. സൂരജ് ആരാണ്? സൂരജാണ്, ഞാനാണ്. അപ്പൊ ഞാൻ കൊടുത്തിട്ടുള്ള സമ്മാനത്തിനാണ് ആ നമ്പർ, രണ്ടാം പ്രൈസ് കിട്ടിയിട്ടുള്ളത്. താങ്ക് യു വെരി മച്ച്. അപ്പൊ 2 സമ്മാനം എടുത്തതിന് നമ്മുടെ വിശിഷ്ടാതിഥിയും ഇവിടുത്തെ കൗൺസിലറും കൂടിയായ നമ്മുടെ ശ്രീമതി സുനിത ഡിക്സൺ മാഡത്തിന് നന്ദി പറയുന്നു. അടുത്ത നമ്പർ 2ാം സമ്മാനം, ഇന്നത്തെ 3ാം സമ്മാനം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മെമ്പറായ ഇവിടെ തൊട്ടടുത്ത് കാണുന്ന ഓസോൺ പവർ ടൂൾസിലെ ഓണർ, അതിന്റെ ഉടമ അജീഷ് തോമസ് നമുക്ക് സംഭാവന നൽകിയിട്ടുള്ള ആംഗിൾ ഗ്രൈൻഡറിന് വേണ്ടിയിട്ടുള്ള നറുക്കെടുപ്പാണ് നടക്കുന്നത്. അതിനായി നമ്മുടെ സ്വന്തം ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ കൃഷ്ണകുമാർ സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. വീണ്ടും 1 2 1 2 നമുക്ക് തീരുമാനിക്കാം. ഒന്നാണ്. അപ്പോൾ 1001 മുതൽ 19,999 വരെയുള്ള ഏത് നമ്പറും ആകാം. അതുകൊണ്ട് മുഴുവൻ നമ്പർ 0 ആണ്. വീണ്ടും 10 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 1001 മുതൽ 1999 വരെയുള്ള ഏതും ആകാം. 1999 വരെയുള്ള ഏത് നമ്പറും ആകാം. 4 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 104 ആണ്. 1400 മുതൽ 1499 വരെയുള്ള നമ്പറാണ് 3ാം സമ്മാനം. മൂന്നാണ്. അപ്പൊ 1430 മുതൽ 439 വരെയുള്ള ഏത് നമ്പറും ആകാം. 1430 മുതൽ 39 വരെ 1 ആണ്. അപ്പോൾ നമ്പർ ക്ലിയർ ആയിരിക്കുന്നു. 1431 എന്ന് പറയുന്ന നമ്പറിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജോഷി തോമസ് എന്ന് പറയുന്ന നമ്മുടെ ചളിക്കവട്ടത്തെ കമ്മിറ്റി മെമ്പറായ അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ദേവൂസ് എന്ന് പറയുന്ന ഒരു കൂൾ ബാർ, ബേക്കറി ആൻഡ് കൂൾ ബാർ, അവർ കൊടുത്തിട്ടുള്ള ഒരു കസ്റ്റമർക്ക് കൊടുത്തുള്ള കൂപ്പണാണ് ഈ നമ്പർ കിട്ടിയിട്ടുള്ളത്, ഈ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ 3ാമത്തെ സമ്മാനം നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് 4ാമത്തെ സമ്മാനം, അതായത് നമ്മുടെ തന്നെ മെമ്പറായ വൃത്തി സ്റ്റോർ നൽകുന്ന ഒരു ക്ലീനിങ് കിറ്റാണ്. ആ ക്ലീനിങ് കിറ്റ് നറുക്കെടുക്കുന്നതിന് ബാലഗോപാൽ സാറിനെ ക്ഷണിച്ചു കൊടുക്കും. ബാലഗോപാൽ സാർ വീണ്ടും 1 2 2 അപ്പോൾ 20,000 മുതൽ 23,850 വരെ ചുരുക്കം ചില നമ്പറുകൾ ഒഴിവാക്കിയാൽ അതിൽ ഏതെങ്കിലും ആയിരിക്കും. 2ാമത്തെ നമ്പർ എടുക്കേണ്ടത് 0123 മാത്രം. 2 ആണ്. വീണ്ടും 2 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 ആണെങ്കിൽ നെക്സ്റ്റ് നമ്പർ 0 തൊട്ട് 8 വരെ മാത്രം 9 മാത്രം മാറ്റിയാൽ മതി. 9 മാത്രം മാറ്റിയാൽ മതി. 1 ആണ്. 22,100 മുതൽ 199 വരെയുള്ള ഏത് നമ്പറും ആകാം. ഇനി മുഴുവൻ നമ്പർ ഉണ്ടാകും. 23,100 മുതൽ 199 വരെയുള്ള ഏത് നമ്പറും ഇടാം. 9 ആണ്. 22,100 എത്ര ഇപ്പോ 22,190 മുതൽ 199 വരെയുള്ള ഏത് നമ്പറും ആകാം. സൂരജ് ആളെ റെഡിയായി കാണുന്നു അല്ലേ? ആരാണ്? 9 ആണ്. ആരാണ്? ടാക്സി. അപ്പോൾ 4ാമത്തെ സമ്മാനം നാലാമത്തെ സമ്മാനമാണ് വൃത്തി സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ക്ലീനിങ് കിറ്റാണ്. അതും ഞാൻ കൊടുത്തിട്ടുള്ള കൂപ്പണാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു വെരി മച്ച് ബാലഗോപാൽ സാർ. ഇനി നമുക്ക് നമ്മുടെ വൈറ്റില മർച്ചന്റ്സ് യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ സേവ്യർ ആണ് നമുക്ക് 5ാമത്തെ സമ്മാനം, അതായത് ഇവിടെ തൊട്ടടുത്തുള്ള സെന്റ് ജെയിംസ് നേഴ്സറി സ്പോൺസർ ചെയ്തിട്ടുള്ള 1000 റുപ്പീസിന്റെ പർച്ചേസ് കൂപ്പണാണ്. അത് നറുക്കെടുക്കാനായി 1 ആണോ 2 ആണോ നമുക്ക് നോക്കാം. 1 ആണോ 2 ആണോ എന്നറിയാനാണ് 5ാം സമ്മാനത്തിന്റെ 1 ആണ്. അപ്പോൾ 10,001 മുതൽ 19,999 വരെയുള്ള നമ്പറുകളിൽ ഏതോ ആണ്. 2ാമത് മുഴുവൻ നമ്പർ ഉണ്ടാവും.
9 അപ്പോൾ 19,000 മുതൽ 19,999 വരെയുള്ള നമ്പറിനാണ് 5ാം സമ്മാനം. 8 19,800 മുതൽ 19,899 വരെയുള്ള നമ്പറാണ്. 5 അപ്പോൾ ഇപ്പൊ തന്നെ പിക്ചർ വ്യക്തമായിട്ടുണ്ട്. 19,850 മുതൽ 859 വരെയുള്ള നമ്പറാണ്. 851 ആരാണ്? അരുൺ, നമ്മുടെ സെക്രട്ടറിയുടെ കസ്റ്റമർ കൊടുത്തിട്ടുള്ള പ്രഭാത് പ്രിന്റേഴ്സ്, പ്രകാശ് ചേട്ടൻ കൊടുത്തിട്ടുള്ള കസ്റ്റമർ കൊടുത്തിട്ടുള്ള ഏതോ കൂപ്പണാണ് ഈ നമ്പർ കിട്ടിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഇവിടെ ഇനി അവസാനിക്കുന്നു ഒരു കാര്യം കൂടി മാത്രമേ ഉള്ളൂ. അതായത് കാണികളായി നിങ്ങൾക്കുള്ള സമ്മാനമാണ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ഇവിടെ ഈ സമ്മാനം വേണമെന്നുള്ളവർ ഇവിടെ തീർച്ചയായും നിങ്ങളുടെ പേരും നമ്പറും എഴുതിയിട്ടുണ്ടാകും. അതുകൊണ്ട് കാണികളിലായി ഒരാൾക്ക് ആർക്കെങ്കിലും വന്ന് ഒരു നമ്പർ എടുക്കാവുന്നതാണ്. ഒരാൾ ആരെങ്കിലും എഴുതിയിടാണെങ്കിൽ എഴുതിയിടാം, എഴുതിയില്ല ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇവിടെ ആള് വന്നിട്ടുണ്ട്. ശ്രീകുമാർ ഡ്രൈവിംഗ് സ്കൂളിലെ അജേഷ്, ശ്രീ അജേഷാണ് കാണികൾക്ക് വേണ്ടിയുള്ള നമ്പർ നറുക്കെടുക്കുന്നത്. ഇക്ബാൽ ഇവിടെ ഉണ്ടോ? ഇക്ബാൽ വി എ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള നമ്മുടെ ക്യാഷ് വൗച്ചർ, 5 രൂപയുടെ ക്യാഷ് വൗച്ചറാണ്. ക്യാഷ് വൗച്ചർ നമ്പർ എത്ര? ഫോൺ നമ്പർ കറക്റ്റ്. അപ്പോൾ ആ ക്യാഷ് വൗച്ചർ നമ്മുടെ ചീഫ് ഗസ്റ്റിന് നൽകാനായി ചീഫ് ഗസ്റ്റിനെ ആദരവോടെ ക്ഷണിക്കുന്നു. പറയാം. 500 രൂപയുടെ പർച്ചേസ് വൗച്ചറാണ്. ഞങ്ങളുടെ ഇവിടെയുള്ള വ്യാപാരി ഏകോപന സമിതിയുടെ അംഗങ്ങളിൽ നിന്ന് താങ്കൾ എന്ത് സാധനം വാങ്ങിക്കുമ്പോഴല്ലോ 5 കടയിൽ പോകാം, ഒരു കടയിൽ പോകാം, എല്ലാം താങ്കളുടെ ഇഷ്ടം. 500 രൂപ അപ്പോൾ അവിടുന്ന് റിഡീം ചെയ്തിരിക്കും. എത്ര രൂപയാണ് മേടിക്കുന്നത് അതിൽ 500 രൂപ കൊടുത്തു കൊടുക്കാം. യെസ്, കൊടുത്തു. ഓക്കെ, താങ്ക് യു. ഇനി പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ വിശിഷ്ടാതിഥികൾക്ക് നമ്മുടെ ഈ പരിപാടിയിൽ അവര് വന്ന് നമ്മുടെ ഈ പരിപാടിയെ ഗ്രേസ്ഫുൾ ആക്കിയതിൽ നമുക്കുള്ള നമ്മുടെ സ്നേഹോപകാരം സമർപ്പിക്കാനാണ്. ഇവിടുത്തെ ഈ പരിപാടി ഇവിടെ വെച്ച് നടത്തിയതിന്റെ കോർഡിനേറ്ററായ ശ്രീ സുനിൽ, അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഒരു സ്നേഹോപകാരം ചീഫ് ഗസ്റ്റിന് കൊടുക്കാനായിട്ട്. സുനിൽ, അടുത്ത ഇവിടുത്തെ വേറൊരു കോർഡിനേറ്ററാണ് ശ്രീ വിവേക്. അദ്ദേഹത്തെ നമ്മുടെ കൃഷ്ണകുമാർ സാറിന് നമ്മുടെ സ്നേഹോപകാരം നൽകുന്നതിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമുക്കറിയാം നമ്മുടെ ബാലഗോപാലൻ സാർ, ഏതൊരു കാര്യത്തിനും എപ്പോൾ വിളിച്ചാലും നമ്മളോട് സഹകരിക്കുന്ന ബാലഗോപാൽ സാറിന് ഈ സ്നേഹോപകാരം അർപ്പിക്കുന്നതിനായി നമ്മുടെ ഇവിടുത്തെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന നമ്മുടെ ഷൈസനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഷൈസൻ നമുക്ക് നമ്മുടെ മർച്ചൻസ് യൂണിയന്റെ എന്ത് കാര്യത്തിനും ഈ പറഞ്ഞ പോലെ വ്യാപാരി വ്യവസായികൾ ഒരുമിച്ച് നിൽക്കുന്ന ഇപ്പുറത്തൊരു യൂണിറ്റ് അപ്പുറത്തൊരു യൂണിറ്റുണ്ട്. നമ്മുടെ മദർ യൂണിറ്റാണ് അത്. അവിടുത്തെ ജോയിന്റ് സെക്രട്ടറിയായ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ശ്രീ സേവ്യർ അവർക്ക് നമ്മുടെ സമ്മാനം അല്ലെങ്കിൽ നമ്മുടെ സ്നേഹോപകാരം സമർപ്പിക്കുന്നതിനായി ശ്രീ സാബു അരവിന്ദ് ഫുഡ്സിന്റെ ഓണറായ സാബു അരവിന്ദ് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മൾ ഇനി ഈ പരിപാടിക്ക് ഒരേ ഒരു ചടങ്ങ് മാത്രമേ അവശേഷിക്കുന്നു. നന്ദി പറയുക എന്ന് പറയുന്ന ചടങ്ങാണ്. അതിനായി ഇവിടുത്തെ മെയിൻ കോർഡിനേറ്ററായ ശ്രീ സുനിൽ വി എസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അമ്പലത്തിന് ഫ്രണ്ടിലുള്ള വി എസ് സ്റ്റോർ എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ ഓണറാണ് ശ്രീ സുനിൽ. നമസ്കാരം. ഇന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പുനരുദ്ധി യൂണിറ്റിന്റെ ഭാഗമായി ഓണം വ്യാപാരോത്സവം എന്നുള്ള ഒരു പരിപാടിയിൽ നറുക്കെടുപ്പില് 4ാം നറുക്കെടുപ്പായിരുന്നു. ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ വന്ന് നമ്മളോട് സഹകരിച്ച
മുഖ്യാതിഥിയായ നമ്മുടെ കൗൺസിലർ സുനിത ഡിക്സൺ അവരുടെ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ തിരക്കിനിടയിലും നമ്മളെ ഹെൽത്ത് ഇൻസ്പെക്ടർ സാർ ഇവിടെ വന്ന് നമ്മളോട് സഹകരിച്ച് എല്ലാത്തിലും പങ്കെടുത്തതിൽ അദ്ദേഹത്തെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എഡ്രാക്കിന്റെ ഭാരവാഹിയായ ബാലഗോപാൽ സാറിന് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മർച്ചൻസ് യൂണിയന്റെ വൈറ്റ്ല യൂണിറ്റിന്റെ ഭാഗമായ ഷിബു സേവർ സാറിനെ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ പുനരുന്തി വ്യാപാര വ്യവസായ ഏകോപന സമിതിയിലെ ഭാരവാഹികളായ എല്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും നാട്ടുകാർക്കും കാണികൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി പറയാൻ ഒരാളെ കൂടി വിട്ടുപോയി. നമ്മുടെ ഈ പരിപാടിയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ കോർഡിനേറ്റർമാരുടെ കൂടെ നിന്ന നമ്മുടെ ഊർജ്ജസ്വലനായ സെക്രട്ടറി ശ്രീ അരുൺകുമാറിന് നമ്മുടെ എല്ലാവരുടെ പേര് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി 4ാമത്തെ നറുക്കെടുപ്പ് ഇവിടെ സമാപിച്ച് പ്രഖ്യാപിക്കുന്നു. യോഗ നമ്മുടെ അവസാനിക്കുന്നു. താങ്ക് യു സോ മച്ച്.